പണ്ടൊരിക്കൽ ഒരു വലിയ വ്യവസായി അദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അപ്പോഴാണ് തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ മകനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ. അങ്ങനെ 20 വയസ്സുള്ള തന്റെ മകനെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ ഒരു കാറ് കിടപ്പുണ്ട്, നീ അത് അടുത്തുള്ള സ്ക്രാപ്പ് ഷോപ്പിൽ കൊണ്ടുപോയി അതിന് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കണം. അങ്ങനെ ആ മകൻ ആ കാറുമായി അടുത്തുള്ള ആക്രിക്കടയിൽ എത്തുന്നു. അതിന്റെ വില അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നു, എനിക്ക് പ്ലാസ്റ്റിക്, ടയർ ഇത്യാദി സാധനങ്ങളൊന്നും വേണ്ട, ഇതിന്റെ ഒരു മെറ്റൽ ബോഡി അത് ചേർത്ത് ഞാൻ നിങ്ങൾക്കൊരു 30,000 രൂപ തരാം. ആ കാറുമായി മകൻ തിരികെ എത്തി അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഇനി നീ പോകേണ്ടത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന കടയിലേക്കാണ്. അങ്ങനെ കാറുമായി അവൻ ആ കടയിൽ എത്തുന്നു. അവിടെയും എത്തി ഇതേ ചോദ്യം ആ കടക്കാരനോട് ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാനൊരു 3 ലക്ഷം രൂപ ഈ വണ്ടിക്ക് തരാം. അവിടെ നിന്നും മകൻ വീണ്ടും ഈ അച്ഛൻ്റെ അടുത്ത് തിരികെ എത്തുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ശരി, നാളെ നീ ഈ കാറുമായി പോകേണ്ടത് ആന്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിലേക്കാണ്. അങ്ങനെ അച്ഛന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മകൻ ആന്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ ഈ കാറുമായി എത്തുന്നു. എന്താണ് തന്റെ ഉദ്ദേശമെന്ന് ആ ഷോപ്പ് ഉടമയോട് പറയുന്നതും അദ്ദേഹം ഇറങ്ങി വന്ന് ആ കാറ് നോക്കുന്നു. ആ കാറ് കണ്ട് അദ്ദേഹം ഭയങ്കരമായി വണ്ടർ ആകുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കാർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇത് എത്ര ലക്ഷം രൂപ ലഭിക്കുന്ന വണ്ടിയാണെന്നറിയൂ, ഞാൻ നിങ്ങൾക്ക് 30 ലക്ഷം രൂപ ഈ ഒരു കാറിന് തരാം. മകന് ഭയങ്കര സന്തോഷമായി. അവൻ വീണ്ടും തിരികെ അച്ഛൻ്റെ അടുത്തെത്തി. നമ്മുടെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യം നീ ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ പോയപ്പോഴും പിന്നീട് നീ ഒരു സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഷോപ്പിൽ പോയപ്പോഴും ഇന്നൊരു ആന്റിക് ഷോപ്പിൽ പോയപ്പോഴും 30,000-വും 3 ലക്ഷവും ഇന്ന് 30 ലക്ഷവും പറയുന്നുണ്ട് എന്നിരിക്കട്ടെ, നീ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നിനക്ക് വില തരുന്ന, വാല്യൂ തരുന്ന ഇടങ്ങളിൽ നീ ആയിത്തീരുക. അവിടെ മാത്രമേ നിനക്ക് ജീവിതത്തിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ. സോ ഇത് നമുക്കും പഠിക്കാനുള്ള വലിയൊരു കാര്യമുണ്ട്. എവിടെയാണോ നമ്മളുടെ പ്രവൃത്തിക്ക്, നമ്മുടെ ഹാർഡ് വർക്കിന്, നമ്മുടെ ചിന്തകൾക്ക് വില തരുന്നത്, അത്തരത്തിലുള്ള ആളുകളുമായി ചേർന്ന് നിൽക്കുക. അവിടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വളർച്ചയുണ്ടാവുകയുള്ളൂ.